നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാക് പ്രകോപനങ്ങൾക്ക് കനത്ത തിരിച്ചടി, ദൃശ്യങ്ങൾ സഹിതം വ്യക്തമാക്കി ഇന്ത്യ. ജമ്മുവിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആക്രമണത്തിൽ പാകിസ്ഥാൻ പോസ്റ്റുകളും ഭീകരരുടെ ലോഞ്ച് പാഡുകളും തകർത്തു. ഇന്ത്യ പാക് സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്ത് 32 വിമാനത്താവളങ്ങൾ അടച്ചു. ശ്രീനഗറും അമൃതസറും അടക്കമുള്ള വിമാനത്താവളങ്ങൾ മെയ് 15 വരെ അടച്ചിടും. ഫെഡറൽ ധനസഹായത്തോടെയുള്ള സ്വയം നാടുകടത്തൽ പദ്ധതിക്കായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഇന്ത്യയുമായുള്ള സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യം. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെള്ളിയാഴ്ച പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറുമായി സംസാരിച്ചുവെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ്. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടുവെന്ന് ബൈഡൻ. ഉക്രൈനെതിരെ വലിയ വ്യോമാക്രമണം ഉണ്ടാകുമെന്ന US ഇന്റലിജൻസ് മുന്നറിയിപ്പ്. ഉക്രൈൻ ഐക്യദാർഢ്യവുമായി UK, ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട് എന്നീ രാജ്യങ്ങൾ. അനുമതിയില്ലാതെ നേവി ബേസിൽ നിന്ന് മാറി നിന്ന UKയിലെ റോയൽ നേവി മേധാവിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പുതിയ മാർപ്പാപ്പയായി സ്ഥാനമേറ്റ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവസ്റ്റിനെ തിരഞ്ഞെടുത്തതിൽ ആശംസ അറിയിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞം പുറംകടലിൽ തുടരുന്ന വിദേശ ചരക്ക് കപ്പലിന് 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ തീരം വിട്ടുപോകണമെന്ന കർശന നിർദ്ദേശവുമായി കോസ്റ്റ് ഗാർഡ്. വാർത്തകൾ വിശദമായി. പാക് പ്രകോപനങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിയതായി ദൃശ്യങ്ങൾ സഹിതം വ്യക്തമാക്കി ഇന്ത്യ. ശനിയാഴ്ച രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ദൃശ്യങ്ങളടക്കം കാണിച്ച് മറുപടി നൽകിയത്. വിമാനങ്ങളെ മുൻനിർത്തിയും ആശുപത്രികൾ ലക്ഷ്യമാക്കിയും അടക്കം നീചമായ രീതിയിൽ പാകിസ്ഥാൻ ഇന്ത്യയെ നേരിട്ടു. പാകിസ്ഥാന്റെ 3 വ്യോമതാവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് നടപടി. പാക് വ്യോമസേനയുടെ നുർഖാൻ, മുരീദ്, റഫീഖി എന്നീ വ്യോമതാവളങ്ങൾക്ക് നേരെയാണ് ഇന്ത്യൻ സൈനിക നീക്കം. 3 വ്യോമതാവളങ്ങളെ ഇന്ത്യ ആക്രമിച്ചതായി പാക് സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൗധരി സ്ഥിരീകരിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാൻ പോസ്റ്റുകളും ഭീകരരുടെ ലോഞ്ച് പാഡുകളും തകർത്ത് ഇന്ത്യ. ജമ്മുവിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആക്രമണത്തിലൂടെയാണ് പാക് പോസ്റ്റുകളും ലോഞ്ച് പാഡുകളും ഇന്ത്യ തകർത്തത്. ഇവയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതേസമയം ചെനാബ് നദിക്ക് കുറുക്കെയുള്ള സലാൽ ഡാമിന്റെയും പഗ്ലിയാർ ഡാമിന്റെയും കൂടുതൽ ഷട്ടറുകൾ ഇന്ത്യ തുറന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് കനത്ത മഴ ഉണ്ടായിരുന്നു. സലാൽ ഡാമിന്റെ 5 ഷട്ടറുകളാണ് തുറന്നത്. ഇന്ത്യ പാക് സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്തെ 32 വിമാനത്താവളങ്ങൾ അടച്ചു. ശ്രീനഗറും അമൃതസറും അടക്കമുള്ള വിമാനത്താവളങ്ങൾ മെയ് 15 വരെയാണ് അടച്ചിടുക. അധംപൂർ, അംബാല, അമൃതസർ തുടങ്ങിയ വിമാനത്താവളങ്ങളും വ്യോമതാവളങ്ങളുമാണ് DGCAയുടെ നിർദ്ദേശപ്രകാരം അടച്ചത്. അതിനിടെ നിയന്ത്രണ രേഖയിൽ പലയിടത്തും ഏറ്റുമുട്ടൽ തുടരുകയാണ്. പൂഞ്ച്, അഗ്നൂർ, രജൌരി മേഖലയിൽ ഇന്ന് രാവിലെയും പാക് പ്രകോപനം ഉണ്ടായി. ഫെഡറൽ ധനസഹായത്തോടെയുള്ള സ്വയം നാടുകടത്തൽ പദ്ധതിക്കായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച ഒപ്പുവെച്ചു. ഈ പദ്ധതി പ്രകാരം സ്വമേധയാ സ്ഥിരമായി അമേരിക്ക വിടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പണമടച്ചുള്ള വിമാനങ്ങളും എക്സിറ്റ് ബോണസും ലഭിക്കും. ഇമിഗ്രേഷൻ നിയമം ലംഘിച്ചവർക്കുള്ള പിഴ ചുമത്തുമെന്ന ഭീഷണിക്ക് പിന്നാലെയാണ് പാരിതോഷികം നൽകുമെന്ന വാഗ്ദാനവും വന്നത്. സ്വയം നാടുകടത്താത്ത ഏതൊരാൾക്കും ഗണ്യമായ ജയിൽ ശിക്ഷ, ഭീമമായ സാമ്പത്തിക പിഴകൾ, എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടൽ, എല്ലാ വേതനങ്ങളും ഒഴിവാക്കൽ, തടവും, തങ്ങളുടെ വിവേചനാധികാരത്തിൽ മാത്രം നിലനിൽക്കുന്ന സ്ഥലത്തും രീതിയിലും പെട്ടെന്ന് നാടുകടത്തൽ എന്നിവ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇന്ത്യയുമായുള്ള സംഘർഷം ലഘൂകരിക്കാൻ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെള്ളിയാഴ്ച പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറുമായി സംസാരിച്ചതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് പറഞ്ഞു. ഭാവിയിലെ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ക്രിയാത്മക ചർച്ചകൾ ആരംഭിക്കുന്നതിന് US സഹായം റൂബിയോ വാഗ്ദാനം ചെയ്തു. ഈ ആഴ്ച ആദ്യം റൂബിയോ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായും വെവ്വേറെ സംസാരിച്ചു. സംഘർഷം ലഘൂകരിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള ഏതൊരു പിന്തുണയും അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചെത്തിയതിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ഇതാദ്യമായാണ് അദ്ദേഹം ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകിയത്. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടുവെന്ന് ബൈഡൻ വിമർശിച്ചു. വൈറ്റ് ഹൌസ് വിട്ടതിനു ശേഷം ആദ്യമായി സംയുക്ത അഭിമുഖത്തിനായി ബൈഡനും മുൻ പ്രഥമ വനിത ജിൽ ബൈഡനും എത്തിയത്. രാഷ്ട്രീയ രംഗത്ത് ഇപ്പോഴും സജീവ പങ്കാളിയായി തന്നെ കാണുന്നുവെന്ന് ബൈഡൻ അഭിപ്രായപ്പെട്ടു. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് വിമർശനവുമായി യൂറോപ്യൻ യൂണിയന്റെ മുൻ ഉന്നത നയതന്ത്രജ്ഞൻ ജോസഫ് ബൊറേൽ. 2ാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഏറ്റവും വലിയ വംശീയ ഉന്മൂലനമാണ് ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 2019 മുതൽ 2024 വരെ യൂറോപ്യൻ യൂണിയന്റെ
ഉന്നത നയതന്ത്രജ്ഞനായും 2004 മുതൽ 2007 വരെ യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ച മുൻ സ്പാനിഷ് വിദേശകാര്യ മന്ത്രിയായ ബൊറേൽ ഇസ്രായേലിനെ സ്വാധീനിക്കാൻ കഴിയാത്തതിനെ അദ്ദേഹം വിമർശിച്ചു. ഇസ്രായേൽ എല്ലാ സംഘർഷ നിയമങ്ങളും ലംഘിച്ചുവെന്നും ഗാസയിലെ സാധാരണക്കാരുടെ പട്ടിണിയെ യുദ്ധായുധമായി ഉപയോഗിക്കുകയാണെന്നും മുൻ നയതന്ത്രജ്ഞൻ ആരോപിച്ചു. ഉക്രൈനെതിരെ വലിയ വ്യോമാക്രമണം ഉണ്ടാകുമെന്ന US ഇന്റലിജൻസ് മുന്നറിയിപ്പിന് പിന്നാലെ ഉക്രൈന് ഐക്യദാർഢ്യവുമായി UK, ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ ശനിയാഴ്ച ഉക്രൈനിലേക്ക് പ്രതീകാത്മക സന്ദർശനത്തിനായി കൈവിലെത്തും. കെയർ സ്റ്റാർമർ, ഇമ്മാനുവൽ മാക്രോൺ, ഫ്രെഡറിക് മെർസ്, ഡൊണാൾഡ് ടസ്ക് എന്നിവർ ശനിയാഴ്ച കൈവിലെത്തി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കാണുമെന്ന് ഉക്രൈനുള്ള പിന്തുണ പ്രകടിപ്പിക്കുമെന്നും ഡൗണിംഗ് സ്ട്രീറ്റ് വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. 4 യൂറോപ്യൻ നേതാക്കൾ അവരുടെ സന്ദർശന വേളയിൽ സംഘർഷത്തിൽ 30 ദിവസത്തെ നിരുപാധികമായ വെടിനിർത്തൽ വേണമെന്ന് ആവർത്തിക്കും. സുസ്ഥിര സമാധാന കരാറിലേക്കുള്ള വഴിയിലെ ആദ്യപടിയായിരിക്കും ഇതെന്നും ഡൊണാൾഡ് ട്രംപും US ഭരണകൂടവും പറഞ്ഞിട്ടുണ്ട്. നടപ്പാക്കാൻ തയ്യാറാണെന്ന് ഉക്രൈൻ പറഞ്ഞെങ്കിലും റഷ്യ ഇതുവരെ വിസമ്മതിച്ചു. ട്രാൻസ്ജെൻഡർ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച 1000 അംഗങ്ങളെ US സൈന്യത്തിൽ നിന്ന് ഉടൻ പുറത്താക്കാൻ പെന്റഗൺ. ഇക്കാര്യം തുറന്ന് സമ്മതിക്കാത്തവർക്ക് സ്വയം രാജിവെക്കാൻ 30 ദിവസത്തെ സമയപരിധിയും അനുവദിച്ചു. ട്രാൻസ്ജെൻഡർമാരെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് സുപ്രീം കോടതി അംഗീകരിച്ചതിന് പിന്നാലെയാണ് പെന്റഗന്റെ ഈ തീരുമാനം. ട്രാൻസ്ജെൻഡർ സൈനികരെ പുറത്താക്കാനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് പെന്റഗൺ വക്താവ് സീൻ പാർനെൽ അറിയിച്ചു. പാകിസ്ഥാനിൽ റിക്ടർ സ്കെയിലിൽ 4.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു. ബലൂചിസ്ഥാൻ മേഖലയിലെ നോഷ്കിക്കിന് സമീപമാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ദേശീയ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് പുലർച്ചെ 1:44 ഭൂചലനമുണ്ടായത്. നാശനഷ്ടത്തിന്റെയോ ആളപായത്തിന്റെയോ കണക്കുകൾ ലഭ്യമായിട്ടില്ല. ഭൂനിരപ്പിൽ നിന്ന് 10 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രം. അനുമതിയില്ലാതെ നേവി ബേസിൽ നിന്ന് മാറി നിന്നതിന്റെ അടിസ്ഥാനത്തിൽ UKയിലെ റോയൽ നേവി മേധാവിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി റിപ്പോർട്ട്. അഡ്മിറൽ സർ ബെൻ കീയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ചയാണ് അന്വേഷണ വിധേയമായ സംഭവമുണ്ടായത്. എന്നാൽ സ്വകാര്യ കാര്യങ്ങളാൽ ഒഴിഞ്ഞു നിന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദിനത്തിന്റെ 80ാം വാർഷികാഘോഷത്തിനായി തിങ്കളാഴ്ച മാളിൽ നടന്ന മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ നിരയിൽ കീ ഇല്ലായിരുന്നു. തുടർന്നാണ് കീ സസ്പെൻഡ് ചെയ്യപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നത്. ഇനി ഗൾഫ് ന്യൂസ്. കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ആശംസകൾ അറിയിച്ചു. ഖത്തർ ഡെപ്യൂട്ടി അമീർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ താനിയും മാർപ്പാപ്പയ്ക്ക് അഭിനന്ദന സന്ദേശം അയച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയാണ് US-ൽ നിന്നുള്ള കർദിനാളായ റോബർട്ട് പൊർവെസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടത്. US-ൽ നിന്നുള്ള ആദ്യ പോപ്പ് കൂടിയാണ് റോബർട്ട് പൊർവെസ്റ്റ്. ലിയോ 14 എന്ന പുതിയ പേര് സ്വീകരിച്ചിരിക്കുന്നു. ക്രമക്കേടുകളുണ്ടോ എന്ന് കണ്ടെത്താൻ സൗദിയിലെ പെട്രോൾ പമ്പുകളിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന പരിശോധനയ്ക്ക് തുടക്കം. സർവീസ് സെന്ററുകൾക്കും പെട്രോൾ സ്റ്റേഷനുകൾക്കുമായുള്ള സ്ഥിരം എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിൻ 11 സർക്കാർ വകുപ്പുകളിൽ നിന്ന് വനിതകളടക്കം 300 ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. രാജ്യത്തെ 23 നഗരങ്ങളും ഗവർണറേറ്റുകളും കേന്ദ്രീകരിച്ച് നടക്കുന്ന ക്യാമ്പയിൻ 4 ആഴ്ച നീണ്ടു നിൽക്കും. പെട്രോൾ പമ്പുകളിലും സേവന കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിലാണ് ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിദേശത്ത് നിന്നെത്തിയ 20 അടി വലിപ്പമുള്ള കണ്ടെയ്നറിനുള്ളിൽ വലിയ അളവിൽ മദ്യം കടത്താനുള്ള ശ്രമം കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ തടഞ്ഞു. ജനറൽ ഫയർഫോഴ്സുമായി സഹകരിച്ചായിരുന്നു ഈ നടപടി. സ്റ്റീൽ കേബിൾ റീലുകൾ എന്ന് രേഖപ്പെടുത്തിയിരുന്ന കണ്ടെയ്നറുകളിലെ വസ്തുക്കളെക്കുറിച്ച് അധികൃതർക്ക് സംശയം തോന്നി പരിശോധിക്കുകയായിരുന്നു. വിശദമായ പരിശോധന ആരംഭിക്കുകയും ജനറൽ ഫയർഫോഴ്സിലെ ഒരു വിദഗ്ധ സംഘത്തിന്റെ സഹായത്തോടെ റീലുകൾ ശ്രദ്ധാപൂർവം അഴിച്ചുമാറ്റുകയും ചെയ്തു. വിദഗ്ധമായി ഒളിപ്പിച്ച 3591 കുപ്പി വിദേശ മദ്യമാണ് തിരച്ചിലിൽ കണ്ടെത്തിയത്. ഇനിയൊരിടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. ഇന്ത്യ പാക് സംഘർഷാവസ്ഥ തുടരുന്നതിനിടയിലും പുതിയ മാർപ്പാപ്പയെ സ്ഥാനമേറ്റ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവെസ്റ്റിനെ തിരഞ്ഞെടുത്തതിൽ ആശംസയറിയിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലിയോ 14 എന്ന പേരാണ് പുതിയ മാർപ്പാപ്പയെ റോബർട്ട് ഫ്രാൻസിസ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പുതിയ മാർപ്പാപ്പയ്ക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി എക്സിൽ പോസ്റ്റ് ചെയ്തു. സമാധാനം, ഐക്യം, ഐക്യദാർഢ്യം, സേവനം എന്നിവയുടെ ആദർശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അഗാധമായ പ്രാധാന്യമുള്ള ഒരു നിമിഷത്തിലാണ് കത്തോലിക്ക സഭ നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വം വരുന്നതെന്ന് അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു. കോൺഗ്രസ് നേതാവും ലോക്സഭാ MP യുമായ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച വീണ്ടും പൊതുതാൽപര്യ ഹർജി.
BJP MP വിഘ്നേഷ് ശിശിരാണ് ഹർജിയുമായി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതേ വിഷയത്തിൽ വിഘ്നേഷ് സമർപ്പിച്ച ഹർജി അലഹബാദ് ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. പൗരത്വം സംബന്ധിച്ച ഒരു ഹർജി കോടതി തീർപ്പാക്കിയതിന് പിന്നാലെയാണ് പുതിയ ഹർജി എത്തിയിരിക്കുന്നത്. രാഹുലിന്റെ പൗരത്വം റദ്ദാക്കണമെന്നും ഇങ്ങനെ ഒരു വിഷയം നിലനിൽക്കുന്ന സമയത്ത് വിദേശയാത്ര ചെയ്യാൻ അനുവദിക്കരുതെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി കേരള ഹൈലൈറ്റ്സ്. CPM മുൻ നേതാവും KSU മുൻ സംസ്ഥാന സെക്രട്ടറിയും BJPയിൽ ചേർന്നു. CPM ഒറ്റപ്പാലം മുൻ ഏരിയ കമ്മിറ്റി അംഗവും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന KK കുഞ്ഞനാണ് BJPയിൽ ചേർന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. CPM ലോക്കൽ കമ്മിറ്റി അംഗമായിരിക്കെയാണ് കുഞ്ഞൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നത്. നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് CPM ബന്ധം അവസാനിപ്പിക്കാൻ കാരണമെന്ന് KK കുഞ്ഞൻ പ്രതികരിച്ചു. എഞ്ചിനിലെ കംപ്രസർ തകരാറായി യാത്ര മുടങ്ങി വിഴിഞ്ഞം പുറംകടലിൽ തുടരുന്ന വിദേശ ചരക്ക് കപ്പലിന് 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ തീരം വിട്ടുപോകണമെന്ന് കർശന നിർദ്ദേശം നൽകി കോസ്റ്റ് ഗാർഡ്. ചെന്നൈയിൽ നിന്ന് ദുബായ് തുറമുഖത്തേക്ക് പോകുകയായിരുന്നു MV0 എന്ന ബൾബ് കാരിയർ ചരക്ക് കപ്പലിനോടാണ് അടിയന്തരമായി തകരാർ പരിഹരിച്ച് ഇന്ത്യൻ തീരം വിടാൻ കോസ്റ്റ് ഗാർഡിന്റെ വിഴിഞ്ഞം സ്റ്റേഷൻ അധികൃതർ നിർദ്ദേശിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി കപ്പൽ ഇവിടെ തുടരുകയാണ്. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി ഫോണിൽ സംസാരിച്ച് KC വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാടുകളിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഒമർ അബ്ദുള്ള അറിയിച്ചു. അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളി വിദ്യാർത്ഥികളെ കേരള ഹൗസിൽ എത്തിച്ചു. പ്രതിരോധം ശക്തിയായതുകൊണ്ട് തന്നെ തങ്ങളെ ഇതുവരെ സംഘർഷങ്ങൾ ബാധിച്ചിട്ടില്ലെന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും കേരള ഹൗസിലെത്തിയ വിദ്യാർത്ഥികൾ പറഞ്ഞു. വിദ്യാർത്ഥികളെ കാണാൻ ജോൺ ബ്രിട്ടാസ് MPയും എത്തി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷബാധിതമായ അതിർത്തി സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികൾ ഡൽഹി കേരള ഹൗസിലെത്തി. ജമ്മു, രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്ര സംസ്ഥാന യൂണിവേഴ്സിറ്റികളിൽ നിന്നായി ഇന്നലെ രാത്രിയോടെ ഇന്ന് പുലർച്ചെയുമായി 75ഓളം വിദ്യാർത്ഥികൾ കേരള ഹൗസിലെത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വിവിധ വിമാനങ്ങളിലും ട്രെയിനുകളിലും ഇന്ന് നാട്ടിലേക്ക് തിരിക്കും. സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ കേരളീയർക്കും മലയാളി വിദ്യാർത്ഥികൾക്കും സഹായവും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് ന്യൂഡൽഹി കേരള ഹൗസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നത്. കൺട്രോൾ റൂം ഹെൽപ്പ് ലൈൻ നമ്പർ 0112374707. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 113.61 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.42 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 96.08 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ. ഇനി സ്പോർട്സ്. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് UAE മാറ്റാനിരിക്കുന്ന PCBക്ക് തിരിച്ചടി. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ അപേക്ഷ UAE നിരസിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ടൂർണമെന്റിന്റെ നടത്തിപ്പിൽ എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് സുരക്ഷാ ആശങ്കകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് PTI റിപ്പോർട്ട് ചെയ്തത്. PSLന് വേദിയാകാൻ UAE തയ്യാറെടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ കനത്ത തിരിച്ചടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാക് പ്രകോപനങ്ങൾക്ക് കനത്ത തിരിച്ചടി, ദൃശ്യങ്ങൾ സഹിതം വ്യക്തമാക്കി ഇന്ത്യ. ജമ്മുവിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആക്രമണത്തിൽ പാകിസ്ഥാൻ പോസ്റ്റുകളും ഭീകരരുടെ ലോഞ്ച് പാഡുകളും തകർത്തു. ഇന്ത്യ പാക് സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്ത് 32 വിമാനത്താവളങ്ങൾ അടച്ചു. ശ്രീനഗറും അമൃതസറും അടക്കമുള്ള വിമാനത്താവളങ്ങൾ മെയ് 15 വരെ അടച്ചിടും. ഫെഡറൽ ധനസഹായത്തോടെയുള്ള സ്വയം നാടുകടത്തൽ പദ്ധതിക്കായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഇന്ത്യയുമായുള്ള സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യം. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെള്ളിയാഴ്ച പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറുമായി സംസാരിച്ചുവെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ്. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടുവെന്ന് ബൈഡൻ. ഉക്രൈനെതിരെ വലിയ വ്യോമാക്രമണം ഉണ്ടാകുമെന്ന US ഇന്റലിജൻസ് മുന്നറിയിപ്പ്. ഉക്രൈൻ ഐക്യദാർഢ്യവുമായി UK, ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട് എന്നീ രാജ്യങ്ങൾ. അനുമതിയില്ലാതെ നേവി ബേസിൽ നിന്ന് മാറി നിന്ന UKയിലെ റോയൽ നേവി മേധാവിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പുതിയ മാർപ്പാപ്പയായി സ്ഥാനമേറ്റ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവസ്റ്റിനെ തിരഞ്ഞെടുത്തതിൽ ആശംസ അറിയിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞം പുറംകടലിൽ തുടരുന്ന വിദേശ ചരക്ക് കപ്പലിന് 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ തീരം വിട്ടുപോകണമെന്ന കർശന നിർദ്ദേശവുമായി കോസ്റ്റ് ഗാർഡ്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക.
ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020858666511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.